Hello students, welcome to English Guru Campus new lesson. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് did you എന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. ഓൾറെഡി നമ്മുടെ ലെസൺസ് എല്ലാം നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്രത്തോളം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത്. ഇതേപോലെ ഒരു ശ്രമമാണ് നമ്മൾ did you എന്ന പ്രയോഗം പഠിച്ചു വെക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. Did you go to അല്ലെങ്കിൽ did you write, did you eat എന്ന രീതിയിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനെങ്ങനെയാണ് മലയാള അർത്ഥം വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എന്നും പറയുന്ന കാര്യം പറയട്ടെ, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പ്ലീസ് പ്രസ് ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ സോ ദാറ്റ് യു വോണ്ട് മിസ് എനി ഓഫ് അവർ വീഡിയോസ്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു അപ്രോച്ച് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ സുഖമാവുകയാണ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ എന്നും അലക്കാറുണ്ട് അല്ലേ. ഇപ്പം ഞാൻ എല്ലാ ദിവസവും പോയിട്ട് എൻ്റെ വസ്ത്രങ്ങൾ അലക്കാറുണ്ട്. ഇത് അലക്കുന്നത് സാധാരണ ഐ ആം എ റൈറ്റ് ഹാൻഡ് പേഴ്സൺ, ഓക്കെ, റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ ഞാൻ അലക്കുന്നത് ഈ രീതിയിലായിരിക്കും. എന്നാൽ ഒരു ദിവസം നമ്മൾ ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇടത് കൈ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് തോന്നുകയും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. മാത്രമല്ല നമുക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ടയർഡ്നെസ് ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വരുന്നത്. പ്രധാനമായിട്ടും നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്കും അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുന്നു. ഉദാഹരണത്തിന് മാത്സ് നമ്മൾ ചെയ്യുന്നത് ഇതേ ഒരു മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. കാരണം എല്ലാവരും പറയുകയാണ് ഇംഗ്ലീഷ് വളരെ ഡിഫിക്കൽട്ടാണെന്നുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് പ്രകാരം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ടേമുകളെല്ലാം തോന്നും. അതിൽ ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഡിഡ്. ഓക്കെ, ഡിഡ് എന്നുള്ള ടേമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കുക. എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഈ ലെസണിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിഡ് യു എന്ന ടേമിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ ഞാൻ 3 സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരു സെൻറ്റൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. ഉദാഹരണത്തിന് പീപ്പിൾസ് എന്ന് പറയുക, ചിൽഡ്രൻസ് എന്ന് പറയുക, സ്റ്റാഫ്സ് എന്ന് പറയുക, ഫേർണിച്ചേഴ്സ് എന്ന് പറയുക. ഇതെല്ലാം റോങ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ ഇത് റോങ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളത് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ, അതായത് തെറ്റിൽ നിന്നും നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിൽ നിൽക്കുകയും പിന്നീട് നമ്മൾ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ, പ്രീമിയം കോഴ്സുകളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ അപ്രോച്ച് ഡിഫറൻ്റ് ആക്കിയിട്ട് എന്താ പറയുക, വളരെ ഫണ്ണി ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാം. ഡിഡ് യു ഗോൺ ടു സ്കൂൾ ടുഡേ? നീ ഇന്ന് സ്കൂളിൽ പോയോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ഡിഡ് യു ഗോൺ, ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇനി ഡിഡ് യു വെൻറ്റ് ടു സ്കൂൾ ടുഡേ? ഓക്കെ, ഡിഡ് യു വെൻറ്റ്, നീ പോയോ, ഇങ്ങനെ പറയുന്ന ആളുകളുമുണ്ട്. ഡിഡ് യു ഗോ ടു സ്കൂൾ ടുഡേ? ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ശരി അല്ലേ. കാരണം എന്താ, നിങ്ങൾക്കത് സുഖമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ശരിയായ ഉത്തരം. അത്രേ ഉള്ളൂ, അത്ര ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശരി എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇത് തെറ്റ് എന്നുള്ളതും നമ്മൾ ഇപ്പോൾ വിശദീകരിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് V2 ഫോംസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഡിഡ് വരുന്നുണ്ട്, ഡിഡ് പ്ലസ് ഡിഡ് വരുന്നുണ്ട്. അപ്പോൾ ഗ്രാമാറ്റിക്കലി ഇത് റോങ് ആയിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് വെൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് തെറ്റ്? ഇവിടെ V3 ഫോമാണ് വന്നിരിക്കുന്നത്, അതായത് വേർബിൻ്റെ 3ാമത്തെ രൂപമാണ് വന്നിരിക്കുന്നത്. ഡിഡ് എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ V3 അല്ല V1 ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ റൂളായിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതും തെറ്റാണ്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും നമുക്ക് മിസ്റ്റേക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളും വളരെ റിലയബിളും വളരെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് എന്ന് വിചാരിക്കരുത്. കാരണം
ഇതുപോലെ നമുക്ക് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വിക്കിപീഡിയ വരെ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഇംഗ്ലീഷിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് പോസ്റ്റായിട്ട് അത് ഫേസ്ബുക്ക് വാളിലോ ഒക്കെ മറ്റുമൊക്കെ ആയിട്ട് പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പീപ്പിൾസ് എന്ന് പറയുന്നത്, സ്റ്റാഫ്സ് എന്ന് പറയുന്നത്, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അത്, സർ ഇവിടെ പീപ്പിൾസ് എന്ന് എഴുതിയിട്ടുണ്ടോ, അപ്പോൾ അത് കറക്റ്റാണോ? അതായത് നമ്മൾക്കൊരു മിഥ്യാധാരണയുണ്ട്, ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ദാറ്റ് ഓൾ ദ പോസ്റ്റ് വി സീ ഓൺ സോഷ്യൽ മീഡിയ ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോൾ പത്രത്തിൽ അച്ചടി പിശകുകൾ വരാറുണ്ട് അല്ലേ? അപ്പോഴാണോ സോഷ്യൽ മീഡിയയിൽ ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ പോസ്റ്റുകളിൽ അവരവരുടെ വാളിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. If you find something or some errors, or if you find like if it is correct or not, then yes, always go for correction and all. ഇനി അതും അല്ലെങ്കിൽ എന്നോട് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും ഇവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയും അതുവഴി നമ്മളത് മറക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് ഒരിക്കലും മറക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കോമൺ മിസ്റ്റേക്ക് ഇത് 3 ഇതിലേതെങ്കിലും മിസ്റ്റേക്ക് രീതിയിലായിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഡിഡ് യു എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് ഡിഡ് യു എന്ന് വെച്ചിട്ട് ഒരു കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗം എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലൊന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് ഡിഡ് യു എന്നുള്ള ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും, അത് റിപ്പീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ആരും തന്നെ അതിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും അത് എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അത് ബെനിഫിഷ്യൽ ആയിട്ടാണ് വരിക. എസ്പെഷ്യലി ഞാൻ IELTS എടുക്കുന്ന സമയത്ത് എൻ്റെ കാൻഡിഡേറ്റ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ ഏത് കാര്യം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമോ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ കാര്യവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിഡ് യു ഗോ ടു സ്കൂൾ ടുഡേ? നീ ഇന്ന് സ്കൂളിൽ പോയോ? ഓക്കെ, ഇങ്ങനെയാണ് മീനിങ് വരിക, പോയോ. ഓക്കെ, അപ്പോൾ ഡിഡ് യു റൈറ്റ് ദി എസ്സേ എന്ന് ചോദിക്കുമ്പോഴോ, ഡിഡ് യു റൈറ്റ് ദി എസ്സേ? നീ എസ്സേ യെസ് എഴുതിയോ? ഓക്കെ, നീ എഴുതിയോ? ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. വെരി ഗുഡ്. ഓക്കെ, ഡിഡ് യു സീ ഹിം? നീ അവനെ കണ്ടോ? ഓക്കെ, കണ്ടോ. ഡിഡ് യു സീ? നീ കണ്ടോ? ഓക്കെ, ഡിഡ് യു മീറ്റ്? എന്താണ് സീ മീറ്റ് തമ്മിലുള്ള വ്യത്യാസം? സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണുക, മീറ്റ് എന്ന് പറയുമ്പോൾ കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു എന്ന രീതിയിലാണ് മീനിങ് വരുന്നത്. അത്രേ ഉള്ളൂ. ഡിഡ് യു മീറ്റ് ഹിം? നീ അവനെ കണ്ടോ. പക്ഷെ മലയാളത്തിൽ നമ്മൾ കണ്ടോ എന്ന് തന്നെയാണ് രണ്ട് രീതിയിലും പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഡിഡ് യു വിസിറ്റ് ദ ടെമ്പിൾ ടുഡേ? നീ ഇന്ന് അമ്പലത്തിൽ പോയോ? ഓക്കെ, പോയോ. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക, സന്ദർശിച്ചോ എന്ന രീതിയിൽ. പക്ഷെ നമ്മൾ സാധാരണ പോയോ എന്നുള്ള വേർഡ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഡിഡ് യു വിൻ ദ മാച്ച്? നീ മാച്ച് ജയിച്ചോ? ഡിഡ് യു വിൻ? ഡിഡ് യു അലോ ഹർ ടു എൻറ്റർ ദ ക്ലാസ് റൂം? നീ അവളെ ക്ലാസ് റൂമിലേക്ക് എൻറ്റർ ചെയ്യാൻ അലോ ചെയ്തോ, അനുവദിച്ചോ എന്ന രീതിയിലാണ് മീനിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഡിഡ് യു എന്നുള്ളത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, V1 ഫോമാറ്റ്, അതായത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്താണോ കാര്യം അത് നമ്മൾ പറയണം. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്കും ഒരുപാട് സെൻറ്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് സെൻറ്റൻസ് ഉണ്ടാക്കുകയും വേണം. ഓക്കെ, ഒരു കാര്യം നമ്മളിപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണത്. യു ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ്. റിപ്പീറ്റഡ്ലി നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതുന്നതോടുകൂടി നിങ്ങൾക്കത് മനസ്സിൽ പതിയുകയും പിന്നെ നമ്മളത് മറക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേമാണ് പറഞ്ഞത്, ഡിഡ് യു എന്നുള്ളത്. അതിൻ്റെ കോമൺ മിസ്റ്റേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഡ് യു എന്ന് കഴിഞ്ഞിട്ട് എന്താണോ കാര്യം അതിൻ്റെ V1 ഫോമാറ്റ് നിങ്ങൾ ഉപയോഗിക്കുകയും അതിനുശേഷം എന്താണോ കാര്യം അത് നിങ്ങൾ പറയുകയും ചെയ്യുക. ഇത്തരത്തിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ തലയിലേക്ക് അത് പെട്ടെന്ന് ഫീഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ
അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടേമുമായിട്ട് കാണാം. ഇന്ന് ഇത്രയേ പറയാനുള്ളൂ. പക്ഷേ പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ട്രൈ ടു റിപ്ലൈ യു. ഓക്കെ, ഏത് ടേമിനെ കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ടേമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചോളൂ. ഐ വിൽ ട്രൈ ടു മേക്ക് എ വീഡിയോ റിലേറ്റഡ് ടു ദാറ്റ്. ഓക്കെ, ഏത് ടേം ആയാലും നമ്മളത് പഠിച്ചിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സീരീസ് ആയിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇനി ഡിഡ് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ പല വേർഷൻസ് നമ്മൾ പറയാനുണ്ട്. അതിനുശേഷം ഡു പറയാനുണ്ട്, ഡസ് പറയാനുണ്ട്, ഹാവ് ബീൻ പ്ലസ് V3 ഇത്തരത്തിലുള്ള ഇനി പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യാം. സോ എൻഷുർ ദാറ്റ് യു ഹാവ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഓരോ വീഡിയോസ് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, IELTS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടേമുമായിട്ട് കാണാം. ടിൽ ദെൻ യു ടേക്ക് കെയർ.